കണിച്ചാർ റബ്ബർ കർഷക സംഘം 34ാമത് വാർഷിക പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് എല്ലാത്തിനും വിലയുണ്ട്. റബ്ബറിന് വിലയില്ലെങ്കിലും റബ്ബറിന്റെ ഉൽപ്പന്നങ്ങളായ ടയറിനും മറ്റെല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിലയുണ്ട്. പക്ഷേ റബ്ബറിന് വിലയില്ല. അതുപോലെ അസംസ്കൃത റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിന് വിലയുണ്ട്. പക്ഷേ റബ്ബറിന് വില കൂടുന്നില്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ അന്താരാഷ്ട്ര മാർക്കറ്റിനെ വിലയിരുത്തുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് ക്രൂഡ് ഓയിലിന് വില കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് എന്താണെങ്കിലും റബ്ബറിന് വില കൂടുന്നത്. പക്ഷേ ആ വില ഇവിടെ കൂടാത്തത് അന്താരാഷ്ട്ര മാർക്കറ്റെല്ലാം ശ്രദ്ധിക്കുന്നവരാണ് നമ്മുടെ കൂടുതൽ കർഷകർ. ഇപ്പോൾ എല്ലാവരും മൊബൈലുണ്ട്, ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും അതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നവരാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും അതിൻ്റെ വില വ്യത്യാസം വരാത്തില്ല എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ റബ്ബർ കമ്പനികൾ അതിനെയെല്ലാം ഹൈജാക്ക് ചെയ്യുക. സർക്കാരിനെയും എല്ലാ സംവിധാനവും ഹൈജാക്ക് ചെയ്ത രീതിയിലാണ് റബ്ബർ കമ്പനികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അവരാണ് ഇന്ത്യയിലെ റബ്ബറിന്റെ വില നിശ്ചയിക്കുന്നത്. അല്ലാതെ അന്താരാഷ്ട്ര മാർക്കറ്റിന്റെ വില അനുസരിച്ച് ഒരു ഇന്ത്യൻ കർഷകനും വില കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വിലയുള്ളപ്പോൾ നമ്മുടെ റബ്ബറിന് ഒരു 300 രൂപയെങ്കിലും വില കിട്ടേണ്ടതാണ്. പക്ഷെ അത് കിട്ടാത്തത് റബ്ബർ കമ്പനികളാണ്. ഇപ്പോൾ ഞാനോട് ജയൻ സാറിനോട് ചോദിച്ചത് റബ്ബർ കമ്പനികൾക്ക് കണിച്ചാർ RPS പ്രസിഡന്റ് NP ശിവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് വടശ്ശേരി, സുരേഖ സജി, RPS വൈസ് പ്രസിഡന്റ് ജോർജ് കൊച്ചുപുരക്കൽ, ഡയറക്ടർ ശശീന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസർ K ജയചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് സംഘത്തിന്റെ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ഓഡിറ്റ് റിപ്പോർട്ടും ബാക്കി പത്രവും വായിച്ച് അംഗീകരിക്കലും പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കലും നടത്തി. മഴക്കാല രോഗ അവബോധ ക്ലാസും മെഡിക്കൽ ക്യാമ്പും പൊതുയോഗത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം.